ISL ഫുട്ബോളിൽ പ്ലേ ഓഫ് സാധ്യത നിലനിർത്താൻ കേരള ബ്ലാസ്റ്റേഴ്സ് ഇന്ന് ഒഡീഷ FC നേരിടും. കൊച്ചി കലൂർ സ്റ്റേഡിയത്തിൽ വൈകിട്ട് 7:30 മത്സരം. ഇപ്പോൾ അമൽ നമ്മളോടൊപ്പം ചേരുകയാണ്. അമൽ, ആവേശമാണ് ഇപ്പോൾ അവിടെ എങ്ങും കാണുവാൻ സാധിക്കുന്നത്. ബ്ലാസ്റ്റേഴ്സ് മാനേജ്മെന്റിനെതിരെ മഞ്ഞപ്പട ആരാധക കൂട്ടായ്മ പ്രതിഷേധ മാർച്ച് നടത്തുന്നു എന്നൊരു വിവരവും നമുക്ക് അവിടെ ലഭിക്കുന്നുണ്ട്. എന്തൊക്കെയാണ് വിശദാംശങ്ങൾ? സിന്ധൂര, ബ്ലാസ്റ്റേഴ്സിനെ സംബന്ധിച്ച് ഇന്നത്തെ മത്സരം ഏറെ പ്രധാനപ്പെട്ട ഒരു മത്സരമാണ് എന്ന് തന്നെ പറയേണ്ടിയിരിക്കുന്നു. ഒഡീഷയ്ക്കെതിരെ ഹോം ഗ്രൗണ്ടിലാണ് ബ്ലാസ്റ്റേഴ്സിൻ്റെ മത്സരം. പോയിന്റ് പട്ടികയിൽ ബ്ലാസ്റ്റേഴ്സ് 9ാം സ്ഥാനത്തും ഒഡീഷ 7ാം സ്ഥാനത്തുമാണ്. അതിനാൽ തന്നെ രണ്ടു ടീമുകൾക്കും ഇന്നത്തെ മത്സരത്തിൽ ഒരു വിജയം അനിവാര്യം തന്നെയാണ്. അതേസമയം തന്നെ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം ഇപ്പോൾ സൂചിപ്പിച്ചപ്പോൾ തന്നെ ബ്ലാസ്റ്റേഴ്സ് മാനേജ്മെൻറ്റിനെതിരെ മഞ്ഞപ്പടയുടെ നേതൃത്വത്തിൽ ഇവിടെ ഒരു പ്രതിഷേധ റാലിക്ക് ആഹ്വാനം ചെയ്തിരുന്നു. എന്നാൽ നിലവിൽ ആ ഒരു പ്രതിഷേധ റാലിയുമായി മുന്നോട്ട് പോകാൻ വേണ്ടി മഞ്ഞപ്പട തയ്യാറായിട്ടില്ല എന്നതാണ് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം. അതായത് അതിനുള്ള അനുമതി അവർക്ക് ലഭിച്ചിട്ടില്ല. അതിൻ്റെ ഏറ്റവും പ്രധാനമായി സൂചിപ്പിക്കേണ്ട ഒന്നെന്ന് പറഞ്ഞാൽ ഇത്തരത്തിലൊരു പ്രതിഷേധ റാലി ഉണ്ടെങ്കിൽ പോലും പോലീസിനോ മറ്റ് അധികൃതർക്കോ ഒരു ലെറ്ററായി അത്തരത്തിലുള്ള കാര്യം അറിയിച്ചിട്ടില്ല. ഒരു അനൗൺസ്മെൻറ്റ് എന്ന രീതിയിൽ, അത് സോഷ്യൽ മീഡിയയിലൂടെ മാത്രമാണ് ഇത്തരത്തിലൊരു പ്രതിഷേധ റാലി മഞ്ഞപ്പടയുടെ നേതൃത്വത്തിൽ നടത്തുന്നുണ്ട് എന്ന് അറിയിച്ചിട്ടുണ്ടായിരുന്നു. ഒഫീഷ്യലി അത് അറിയിച്ചിട്ടില്ല എന്നാണ് മഞ്ഞപ്പടയും വ്യക്തമാക്കിയിട്ടുള്ളത്. അതിനാൽ തന്നെ ഒരു അനുമതി നിലവിൽ നൽകിയിട്ടില്ല. അതിനാൽ തന്നെ ആ ഒരു റാലി നിലവിൽ ഇവിടെ ഉപേക്ഷിച്ച ഒരു സാഹചര്യം തന്നെയാണ്. എങ്കിലും മാനേജ്മെൻറ്റിനോടുള്ള ആ ഒരു പ്രതിഷേധത്തിൻ്റെ ഭാഗമായി ഇന്ന് ഈ ജവഹർലാൽ നെഹ്റു സ്റ്റേഡിയത്തിലേക്ക് എത്തിയ ആരാധകരുടെ കൂട്ടത്തിൽ വലിയ ഒരു കുറവ് നമുക്ക് കാണാൻ വേണ്ടി സാധിക്കുന്നുണ്ട്. പ്രത്യേകിച്ച് കഴിഞ്ഞ മത്സരങ്ങൾ എടുത്തു നോക്കുകയാണെങ്കിൽ ബ്ലാസ്റ്റേഴ്സിനെ സംബന്ധിച്ച് അവസാനത്തെ 3 മത്സരങ്ങളിൽ 2 മത്സരങ്ങളിലും ബ്ലാസ്റ്റേഴ്സിന് വിജയിക്കാൻ വേണ്ടി സാധിച്ചിരുന്നു. ഏറ്റവും അവസാനം പഞ്ചാബ് FC-ക്കെതിരെയുള്ള മത്സരത്തിൽ അവസാന 20 മിനിറ്റിൽ 9 പേരെ വെച്ച് കളിച്ചിട്ട് പോലും ബ്ലാസ്റ്റേഴ്സിന് ആ ഒരു മത്സരം 1-0 എന്ന സ്കോറിന് വിജയിക്കാൻ വേണ്ടി സാധിച്ചിരുന്നു. ആ ഒരു ആത്മവിശ്വാസത്തിൽ തന്നെയാണ് ബ്ലാസ്റ്റേഴ്സ് ഇന്നത്തെ മത്സരത്തിന് ഇറങ്ങുന്നത്. അതോടൊപ്പം തന്നെ ബ്ലാസ്റ്റേഴ്സിൻ്റെ മുന്നേറ്റ നിരയിലേക്ക് ജിമിനസ് അടക്കമുള്ള താരങ്ങൾ എത്തുന്നു. ഒപ്പം തന്നെ മധ്യനിരയിൽ വിപിൻ മോഹൻ എത്തുന്നു. ഒപ്പം തന്നെ കഴിഞ്ഞ മത്സരങ്ങളൊക്കെ തന്നെ ഫോമായിട്ടുള്ള നോഹ സൗദോയ് അടക്കമുള്ള താരങ്ങളിലൊക്കെ വലിയ പ്രതീക്ഷ തന്നെയാണ് ഇത്തവണ ബ്ലാസ്റ്റേഴ്സിനുള്ളത്. അതോടൊപ്പം ലൂണയുടെ കാര്യം, ലൂണ ഈ സീസണിൽ അത്ര ഫോമിലേക്ക് എത്തിയിട്ടില്ലെങ്കിൽ പോലും അദ്ദേഹത്തിൻ്റെ ഭാഗത്തുനിന്ന് മികച്ച പ്രകടനങ്ങൾ വരും മത്സരങ്ങളിൽ ഉണ്ടാകുമെന്ന വലിയ പ്രതീക്ഷ കൂടി ബ്ലാസ്റ്റേഴ്സ് ആരാധകരും ബ്ലാസ്റ്റേഴ്സ് ടീമും മുന്നോട്ട് വയ്ക്കുന്നുണ്ട്. ഇത്തരം കാര്യങ്ങൾ തന്നെയാണ് ബ്ലാസ്റ്റേഴ്സിൻ്റെ പ്രതീക്ഷയുള്ളത്. അതോടൊപ്പം തന്നെ ഒഡീഷയെ സൂക്ഷിക്കേണ്ടത്, അതായത് ഒഡീഷയുടെ മുന്നേറ്റം എന്ന് പറഞ്ഞാൽ അതിശക്തമായ മുന്നേറ്റം തന്നെയാണ്. മൊറീഷോ, അതായത് ബ്രസീലിയൻ താരം മൊറീഷോയുടെ നേതൃത്വത്തിലുള്ള മുന്നേറ്റ നിരയാണ് ഒഡീഷയ്ക്കുള്ളത്. ആ ഒരു മുന്നേറ്റ നിരയെ ബ്ലാസ്റ്റേഴ്സ് പ്രതിരോധത്തിന് എത്രമാത്രം പിടിച്ചു കെട്ടാൻ വേണ്ടി സാധിക്കും എന്നതുമായി ബന്ധപ്പെട്ടായിരിക്കും ഇന്നത്തെ ഈ മത്സരത്തിൻ്റെ റിസൾട്ട് മുന്നോട്ട് പോവുക. പ്രത്യേകിച്ച് ഈ സീസണിൽ ബ്ലാസ്റ്റേഴ്സിൻ്റെ പ്രതിരോധം എന്ന് പറഞ്ഞാൽ വളരെ വീക്കായിട്ടുള്ള ഒരു പ്രതിരോധമായിരുന്നു. ആദ്യത്തെ 1-2 മത്സരങ്ങളിൽ മാത്രം മികച്ച ഫോമിലേക്ക് ഉയർന്നെങ്കിൽ പിന്നീട് അങ്ങോട്ട് പ്രതിരോധം തകരുന്ന ഒരു സാഹചര്യമായിരുന്നു. പിന്നീട് സ്റ്റാറെ ഈ പരിശീലന സ്ഥാനത്തു നിന്നും പുറത്തു പോയതോടുകൂടി പുരുഷോത്തമൻ്റെ നേതൃത്വത്തിൽ ആ പ്രതിരോധ നിര അടക്കം ശക്തിപ്പെടുത്തിക്കൊണ്ടിട്ടുണ്ട്. നിലവിൽ ഇന്നത്തെ മത്സരത്തിൽ ഒരു വിജയം തന്നെയാണ് ബ്ലാസ്റ്റേഴ്സ് പ്രതീക്ഷിക്കുന്നത്. സിന്ധൂര, തീർച്ചയായിട്ടും ആരാധകരും ആ ഒരു പ്രതീക്ഷയിൽ തന്നെയാണ്. എന്തായാലും മഞ്ഞപ്പട നടത്താനിരുന്ന പ്രതിഷേധം വിലക്കി നിയമപരമായി അനുമതി നേടിയിട്ടില്ല എന്ന കാരണം കൊണ്ടാണ് അവർ നടത്താനിരുന്ന പ്രതിഷേധ മാർച്ചിന് വിലക്ക് വന്നിരിക്കുന്നതെന്നാണ് നമുക്ക് അറിയുവാൻ സാധിക്കുന്നത്. അമലാണ് വിശദാംശങ്ങൾ നൽകിയത്.